അപ്പോൾ നമ്മൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാങ്ങയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതേ തൈരും മാമ്പഴവും പിന്നെ നമ്മുടെ തേങ്ങയും ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ ഇതെൻ്റെ മാത്രം മൈ ഓൺ റെസിപ്പിയാണ്. കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്നും ഇരിക്കും. അപ്പം ഞാൻ ഈ മാമ്പഴം വെച്ചിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി, അതായത് പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ഓടി വായോ. നമ്മുടെ ഈ മാങ്ങയുടെ തൊലി ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഈ തൊലി ആവശ്യമില്ല. അപ്പം ഇങ്ങനെ പിച്ചാത്തി വെച്ച് ചെത്തി എടുക്കുവാണെങ്കിൽ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, മൊത്തവും ഫ്ലഷും അതിനകത്തിരിക്കും. അപ്പം നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പീൽ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകത്തില്ല. കണ്ടോ, നല്ല പഴുത്ത മാങ്ങയാണ് കഴിക്കാൻ തോന്നുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനെ എടുത്താലുവേ എൻ്റെ ദശ മൊത്തം ഇതിനകത്തോട്ട് വരുന്നുണ്ട്. ഉണ്ടാവും ഇതിനകത്ത് ദശയുള്ളത്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ അങ്ങോട്ട് ഇടാം. ഞാൻ പഠിക്കേണ്ട അത് കാരണം നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് എന്താണ് ശ്രുതി പറയാനുള്ളത്? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറും എല്ലാം ചെയ്യും. നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോവാതെ. ഇപ്പോൾ നമ്മുടെ മാങ്ങ നമ്മൾ ചീമ്പ് മാങ്ങ നമ്മളിങ്ങനെ പീൽ ചെയ്തെടുത്തിരിക്കുവാണ്. അപ്പോൾ നമ്മൾ കണ്ടാക്കാം പീൽ ചെയ്തൊക്കെ പൊളിച്ച് തൊലി പൊളിച്ച് ഇങ്ങനെ സാധാരണ മാറ്റി വെക്കാം. കണ്ടത് ഇത്രയും ഫ്ലഷ് ഇതിനകത്തുണ്ട്, പക്ഷേ ഇത് ഞാൻ എടുക്കുന്നില്ല. കുഴപ്പമില്ല, അത് കഴുകിട്ട് ഞാൻ കഴിച്ചോളാം. ഇത് നല്ലതാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് ചതച്ച് ഉപ്പും പുളിയും ഒക്കെ ഇട്ട് മുളകും ഒക്കെ ഇട്ട് ചതച്ചൊക്കെ എടുക്കുവാണെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. കണ്ടത് നല്ല ദശയുണ്ട് ഇതിനകത്ത്, നോക്കി കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാങ്ങാനെ നന്നായിട്ടൊന്ന് ഞെക്കി കൊടുക്കാം. അതായത് ആ ചാറില്ലേ, ചാറ് നന്നായിട്ട് ഇത് ഇങ്ങനെ പിഴിഞ്ഞങ്ങനെ എടുക്കാവേ. ഓക്കെ, ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. കണ്ടല്ലോ, കണ്ടോ. ഇനി നമ്മുടെ തേങ്ങയാണ്. തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ജീരകമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇന്ത്യയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നല്ല ജീരകം ഇവിടെ ഇരിപ്പുണ്ട്. ഗ്രീസ് ഇപ്പം നമുക്ക് നല്ല ജീരകം കണ്ടതിൻ്റെ കൈ അതേപോലെ തന്നെ ആ ബോട്ടിൽ ഞാൻ പിടിച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വേണ്ട. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെ ഈസി റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഈ 2 കുഞ്ഞുള്ളിയാണ് ഇതിനകത്ത് അരിഞ്ഞിട്ടത്. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകിനെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. പുറകെ കാണുന്ന ഡ്രോയിങ്സ് ഒക്കെ നമ്മുടെ മക്കൾസിൻ്റെ ആണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല, പിള്ളേരുള്ള വീട്ടിലൊക്കെ അതൊക്കെ സ്വാഭാവികം. അപ്പോൾ നമുക്ക് ഈ പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക. അതായത് ഇത്തിരി എരിവ് വേണമല്ലോ. ഇവിടെ പിള്ളേർക്ക് പിന്നെ വാങ്ങോട്ടന്നെ ഒരാൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എരിവ് വേണം അല്ലേ. ബാക്കി വാച്ച് മാത്രമാണ് ഇത്തിരി എരിവ് പുറകോട്ട് നിൽക്കുന്നത്. എന്നാൽ ഇപ്പം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇന്നലെ മീൻകറിയൊക്കെ കൂട്ടിയാ കഴിച്ചത് ചോറ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന്. അപ്പം നമുക്കിത് ഇത്രയും വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, മതിയാവും. നമുക്ക് ഇങ്ങനെ പോയി അടപ്പിട്ട് കൊടുക്കാം, വെക്കാം, ഓണാക്കാം. ഇവിടെ പണിയെല്ലാം പാളി, എല്ലാം തെളിച്ച് എൻ്റെ മേത്ത് വീണു. ഈ അമ്മച്ചി വന്നിട്ട് എന്നെ കൊല്ലും. എനിക്കൊരു അറിയില്ല. ഈശ്വര, വെള്ളം കൂടി എന്ത് ചെയ്യാനാ എക്സ്പ്രഷൻ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് കുഴപ്പം. നമ്മളിപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാനേ, അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഇരിക്കുക. അപ്പം നമ്മൾ കാര്യഞ്ഞെടുത്ത് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഫ്ലോ അങ്ങ് പോയി, കോപ്പ് മാറോട്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം കേട്ടോ. സ്റ്റൗ കത്തിച്ചിട്ട്
സ്റ്റവ് കത്തിച്ചു. നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. നമ്മുടെ പുതിയ പാത്രമായിരുന്നേ, എന്താ പറ്റിയെന്ന് വെച്ചാലുണ്ടല്ലോ തീ കൂടിപ്പോയി. അതിന്റെ പരിപാടി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മാത്രം സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ കയ്യിലുള്ള സംഭവം സാധന സാമഗ്രികളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പം ഇത് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൊള്ളാവുന്നതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ കടുക് പൊട്ടിക്കണ്ടേ? കടുക് പൊട്ടിക്കണം. അതിനോ കടുക് അതൊന്ന് ഇതായിട്ട് വന്നിട്ട് കടുക് പൊട്ടിക്കാവേ. അപ്പം ഞാനിവിടെ നമ്മുടെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് അതിലേക്ക് നമ്മുടെ എണ്ണ വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കടുകിട്ട് കൊടുക്കാം. പറഞ്ഞെല്ലാം ഫ്ലോപ്പായി. തീ കൂടിപ്പോയി ഗൈസ്. ഒരു പോടാ ശരിയാണേ. ചുമച്ച് ഓടിക്കോ സുധി. മാങ്ങാ പുളിശ്ശേരി അപ്പൊ നോക്കട്ടെ. കരിഞ്ഞു പോയി. അയ്യോ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പോയക്കാത്ത നിൽക്കാം. എന്തായാലും കുഴപ്പമില്ല. കഴിഞ്ഞാല് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വറ്റൽമുളകൊക്കെ കരിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് അപ്പുറത്തിന് ആൾക്കാർ വരെ ചുമക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടുകാർ വരെ ചുമക്കുകയാണ് ഇപ്പൊ. നമുക്ക് വേഗം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ. ആ ഗ്യാസ് കത്തിക്ക് പോകച്ചു. ഓ മൈ ഗോഡ്, അടുത്ത ഫ്ലോ. ഗ്യാസ് കത്തിക്കാതെ ഞാൻ ഇടയ്ക്ക് ഇത് തീ വന്നപ്പോഴത്തേക്ക് ഓഫാക്കിയിട്ടാണ്. ലൈറ്റർ ഇല്ലേ? അത് അവിടെ വെച്ച് കത്തിക്കാം. അത് മനസ്സിലായി. ഞാനേ തീ കൂടിപ്പോയപ്പോ ജസ്റ്റ് ഒന്ന് പവർ ഓഫ് വുമൺ. ചട്ടിയൊക്കെ കൈ കൊണ്ടൊക്കെ ചൂടൊന്നുമില്ല. ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചീനച്ചട്ടിയാണ്. അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ഇത് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. ആ തീ കത്തിക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇരുന്നോണ്ടേ തീ കത്തിക്കേണ്ട ആവശ്യം വന്നില്ലേ. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ മഞ്ഞ കളറിലല്ല ഇവിടെ നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. എല്ലാവരും മഞ്ഞ കളറിലുള്ള മാമ്പഴ പുളിശ്ശേരി. അപ്പം അയ്യോ, ഇത് മഞ്ഞ കളറിലെ മാമ്പഴ പുളിശ്ശേരി അല്ല കേട്ടാ. അയ്യോ, തുറക്കാനും പറ്റുന്നില്ല. തീ കുറയ്ക്കാൻ പറഞ്ഞു ഞാൻ ഓഫാക്കി. മറ്റേ നമ്മുടെ തേങ്ങാ ചട്നി പോലെയാണ് കഴിച്ചിരിക്കുന്നത്. ഇത് പക്ഷേ തേങ്ങാ ചട്നി അല്ല കേട്ടാ. പക്ഷെ ഇങ്ങനെ വന്നിട്ട് 2 ദോശയും കൂട്ടി കഴിക്കാൻ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഗൈസ്? സത്യമായിട്ടോടോ നല്ല തേങ്ങാ ചട്നി പോലെ ഇരിക്കുന്നു, കൊള്ളാം കാണാൻ. സാധാരണ എല്ലാരും ഇല്ലേ, പിന്നെ ഈ മാമ്പഴം നന്നായിട്ട് വേവിച്ചിട്ടാണ് അതിനകത്തോട്ട് ഈ തേങ്ങ ഗ്യാസ് കത്തിക്കരി. സാധാരണ എല്ലാരും ചെയ്യുമ്പോഴേ ഇത് മൊത്തത്തിലൊരു പരാജയമായി പോയതാണ് എൻ്റെ ഇത്. മാമ്പഴ പുളിശ്ശേരി ഇല്ല കേട്ടോ, ഞാൻ ചെയ്തു വന്നൊരു രീതി പരാജയപ്പെട്ടോന്നാ. കാരണം ഗ്യാസ് അത് കുറച്ച് വെക്ക്. ഭയങ്കര സീനാണ്. ഗ്യാസ് ഭയങ്കര തീ വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇത്രയും നാള് അപ്പതാ സാധാരണ ചെയ്യുമ്പോ എല്ലാരും മാമ്പഴം നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് നമ്മള് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ മാങ്ങ ചീമ്പ് മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേവിക്കാറ്. കാരണം അത് ശരിക്കും ഉടഞ്ഞു പോകും. കാരണം ഓൾറെഡി ഉടഞ്ഞിരിക്കുന്നതുകൊണ്ട്. അപ്പൊ നമുക്കിത് തേങ്ങാടെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. നമ്മുടെ തേങ്ങായും മാങ്ങായും ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. എന്നിട്ടാണ് നമുക്ക് നമ്മുടെ വെള്ളം ഒഴിക്കണ്ടേ ഇച്ചിരി? അത് ഞാൻ പറയാം. നോക്കി കറിവേടി വെക്കല്ലേ. സോറി ഗൈസ്, അറിയാമോ എവിടെയല്ലേ ചോദിച്ചത്. കണ്ടോ, ഇപ്പൊ തന്നെ ഒരു കളർ വന്നിട്ടുണ്ട്. നമ്മുടെ മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഒരു സാധനവും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല കളർ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അതായത് മാംഗോയുടെ കളറാണത്. ഇതിൽ അടച്ചു വെച്ചു.
വേവിക്കും. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് ചെറിയ തിളവുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പം ഇത് തിളച്ച് വരുന്തോറും ഉപ്പ് നന്നായിട്ട് പിടിച്ചോളോടെ ഇരുന്നു. ഇപ്പം തന്നെ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം വന്നിട്ടുണ്ടല്ലോ, പക്ഷെ ഇപ്പോഴും മാമ്പഴ പുളിശ്ശേരി ആയിട്ടില്ല കേട്ടോ. അതിനകത്തുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ്. അത് ചേർക്കുമ്പോഴാണല്ലോ മാമ്പഴ പുളിശ്ശേരി ആകുന്നത്. തൈര് ചേർക്കാനിട്ട് കൂടി കറക്റ്റ് ആ തൈരിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇതിനകത്ത്. കൊള്ളാം. മാമ്പഴ പുളിശ്ശേരിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയി വന്നിട്ട് തിളച്ച് ഒരുപാട് തിളയൊന്നും ആവശ്യമില്ല കേട്ടോ, ചെറിയ തിള വന്നാൽ മതി. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തൈരും കൂടെ ചേർക്കുമ്പോഴാണ് ഇത് സെറ്റ് ആകുന്നത്. നമ്മൾ പഴുത്ത മാങ്ങയാണ് എടുത്തത്, ആദ്യം കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ഫൈനൽ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. തൈര് ഒഴിച്ച് കഴിയുമ്പോൾ അധികം അങ്ങനെ തിളക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നല്ല നമ്മൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തത്, മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും ഷെയറൊക്കെ കൂടെ ഒക്കെ ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി സെറ്റായിട്ടുണ്ട്. നമുക്ക് കാണാം, നമുക്ക് കഴിക്കാം.